ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താന്ന് വെച്ചാ നാളെ നമ്മളൊരു ട്രിപ്പ് പോവാണ്. പ്രതീക്ഷിച്ചൊരു സാധനമല്ല കേട്ടോ. ഞാനും ഉണ്ണിയും കൂടിയിട്ട് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ് അമ്മയും കൂട്ടിയിട്ട് എങ്ങടെങ്കിലും പോകണം എന്നുള്ളത്. കാരണം അമ്മ എങ്ങോട്ടും പോവാറില്ല കേട്ടോ. ഞാനിങ്ങനെ നിർബന്ധിച്ചാലൊക്കെ എൻ്റെ ഒപ്പം എങ്ങടെങ്കിലൊക്കെ വരുമ്പോ അതും ഇങ്ങനെ നിർബന്ധിക്കാം. അമ്മയ്ക്ക് ഇങ്ങനെ വീട്ടിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിപ്പോയി. ഇതാണ് സന്തോഷം എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിപ്പോയി. എപ്പോഴും അച്ഛൻ്റെ ഒപ്പൊക്കെ പോയിട്ട് അത് ഇപ്പോഴും അമ്മയ്ക്ക് ബ്രേക്കായി വരാൻ പാടാണ്. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ വേണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഉണ്ണി ഒരു ട്രിപ്പ് പെട്ടെന്ന് ബുക്ക് ചെയ്ത് അവൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ അവൻ പറഞ്ഞു ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോവാം എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ 17-ാം തീയതി രാത്രിയാണ് പുലർച്ചെയാണ് പോണത്. 18, 19, 20, 21, 22-ാം തീയതിയാണ് എത്തുക. 19-ാം തീയതി ശരണ്യയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എനിക്ക് അത് മിസ് ആവണേല് ഭയങ്കര സങ്കടമുണ്ട്. ഞാനത് ഭയങ്കര കാര്യമായിട്ട് എത്രയോ നാളായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവന്റ് ആണത്. ഭയങ്കര ഇന്റിമേറ്റ് ഫംഗ്ഷനുമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എനിക്ക് ശരിക്കും പറയാനൊരു നമുക്കിങ്ങനെ നമ്മുടെ ഒരു സ്വന്തം കസിൻ സിസ്റ്റർ ഒക്കെ ഇങ്ങനെ വെഡിങ്ങിന് നമ്മളിങ്ങനെ എൻഗേജ്മെന്റ് ആണ്, അതിന് നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കില്ല. ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീമൊക്കെ ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനിങ്ങനെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് എന്താണ് ഔട്ട്ഫിറ്റ് ഇടണ്ടേ, അപ്പൊ തലേ ദിവസം പോവാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. അത് നടന്നില്ല. അപ്പൊ അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷെ സാറില്ല, എൻഗേജ്മെന്റ് അല്ല, അടുത്ത് എന്തായാലും കല്യാണത്തിലൊക്കെ സെറ്റാക്കാൻ ഞാൻ പോയിണ്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ കൊച്ചിയിൽ പോയി ഞാൻ അവളെ കണ്ടു. എനിക്ക് വിഷമമായി. അപ്പൊ അവള് കണ്ടു സാരില്ല ചേച്ചി ഒന്നും കുഴപ്പമില്ല, അവള് ഭയങ്കര സ്വീറ്റ്, അവൾ അങ്ങനെ പറയുള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. എന്താ ഉണ്ടായെന്ന് വെച്ചാല്, ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോ ഒക്കെ കണ്ടിട്ടുണ്ട് ഈ കൈർലി ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ടല്ലോ. അപ്പൊ അവരുടെ പാക്കേജ് ഒരാൾക്ക് 30,000 രൂപയുടെ ഉണ്ട്, അല്ലെങ്കിൽ 34,000 ഉണ്ട്. അപ്പൊ അവൻ അത് എടുത്തു. എന്നിട്ട് അപ്പോ നമ്മൾ ഹാഫ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും അമ്മയും ഉണ്ണിയും കൂടിയാ പോണേ. അത് നമ്മൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനടുത്ത് പറയുമായിരുന്നു നമ്മൾ 3 കൂടി പോവാം എന്നുള്ള രീതിയിൽ. അപ്പോ ഇമ്മക്കുട്ടി ഏട്ടനും ഒന്നേ പാലക്കാട് പോവും, അല്ലെങ്കിൽ ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ ഇവിടെ നിൽക്കും, അങ്ങനെ വിചാരിച്ചിരിക്കണത്. എന്റെ ഇമ്മക്കുട്ടിയെ കൊണ്ടുവരാത്തേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചു ഞാനും അമ്മയും ഉണ്ണിയും കൂടെ പോയാൽ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് പോയി വരാലോ. ഇമ്മൂനെ ഇപ്പൊ നമ്മള് മണാലിയിൽ ഞാനും എന്റെ ഇമ്മക്കുട്ടിയും കൂടെ അത്യാവശ്യം ഒരു ലോങ് ട്രിപ്പ് 10 ദിവസത്തോളം ട്രിപ്പിന് പോയതാണ്. പിന്നെ ഏട്ടനും പറഞ്ഞു ഇമ്മൂനെ കൊണ്ടുപോകണ്ട, ഏട്ടൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഏട്ടന് കുറച്ച് തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് ആൾക്ക്. അങ്ങനെ മാറി അങ്ങനെ ഒരു വെക്കേഷന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു മൂഡിലും അങ്ങനെയൊന്നും അല്ല. ആൾ ഇവിടെയാണെങ്കിലും വർക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഏട്ടൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു അമ്മയും ഞാനും ഉണ്ണിയും കൂടെ പോവാം അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സ്ഥലം ഏതാ, മലേഷ്യ കേട്ടോ. എനിക്ക് ഇത്തിരി റിലേ പോയിരിക്കുകയാണ്. എന്തായാലും മലേഷ്യയാണ് നമ്മൾ പോണത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്റെ മാത്രമല്ല, അമ്മയുടെയും ഉണ്ണിയുടെയും എന്റെയും, ഞങ്ങളുടെ 3 ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അപ്പൊ എന്തായാലും പോണം. നാളെയാണ് പോണ്ടേ. ആസ് യൂഷ്വൽ ഒന്നും പാക്ക് ചെയ്തില്ല, ചടപടയെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പൊ ഇനി പാക്കിങ്ങിന്റെ കാര്യം നോക്കണം. അതിനെക്കാട്ടും മുന്നേ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയക്കാണ്ട്, അതുപോലെ തന്നെ 4 ദിവസത്തെ ബ്രേക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഇടാനായിട്ട് അശ്വി മലയാളത്തിലേക്ക് ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട്ഫിറ്റ്സ് ഒന്നും മേടിച്ചത് ഇതിന് വേണ്ടിയിട്ടൊന്നും മേടിച്ചില്ല. മുന്നേ മേടിച്ചു വെച്ചാൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് സ്റ്റോർ റൂമിൽ പോയി തപ്പി എടുത്തിട്ട് വന്നൊന്ന് സോർട്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരാം. പിന്നെ ഷൂട്ട് ചെയ്യേണ്ട വീഡിയോ എന്താന്ന് നോക്കണം. പിന്നെ ഇന്നും നാളെയായിട്ട് കഴിവതും പകുതി പാക്കിംഗ് എങ്കിലും ഇന്ന് തീർത്ത് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആകുമ്പോൾ സമാധാനം ഉണ്ടല്ലോ. പിന്നെ നാളെ എനിക്ക് ചെറിയ പണിയൊക്കെ ഉണ്ട്, നോക്കണം ഇനി എങ്ങനെയൊക്കെയാന്നുള്ളത്. ഞാൻ ഇന്നലെ രാത്രിയാണ് അവരുടെ പാക്കേജ് ഒക്കെ നോക്കി എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഇതൊക്കെ എഴുതിയൊക്കെ വെച്ചു കേട്ടോ. സോ ദാറ്റ് നമുക്ക് എത്ര ഔട്ട്ഫിറ്റ് വേണം എന്നുള്ളത് അറിയാലോ. 4 ദിവസത്തെ ട്രിപ്പാണ്. 18, 19, 20, 21 കേട്ടോ. കറക്റ്റ് അവന്റെ എൻഗേജ്മെന്റിന്റെ ആ ഒരു ഇതിലങ്ങ് വന്നു കിട്ടിയത്. അത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു എയർപോർട്ട് ലുക്ക് വേണം. ഞാൻ ഇങ്ങനെ കറപ്പറാന്ന് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവരൊരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ എയർപോർട്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് എയർപോർട്ടിലേക്ക് ഇടുന്ന ഏതെങ്കിലും ഇത് മതി. പിന്നെ അന്നത്തെ ദിവസം കറങ്ങാൻ പോകുമ്പോൾ ഡ്രസ്സ് വേണം, 2ാമത്തെ ദിവസത്തേക്കുള്ള ഡ്രസ്സ് വേണം, 3ാമത്തെ ദിവസത്തേക്ക്, 4ാമത്തെ ദിവസത്തേക്ക്. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ 7 കിലോ മാത്രമേ പറ്റുള്ളൂ. അതിന് കൂടുതലുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും.
പക്ഷെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. 30,000 രൂപയ്ക്ക് ഇത് ഫ്ലൈറ്റ് ചാർജ് അടക്കമാണ്, ഫ്ലൈറ്റ് ചാർജും സ്റ്റേയും പിന്നെ നമ്മൾ കറങ്ങാൻ പോകണ്ടല്ലോ. 20 ഡെസ്റ്റിനേഷനൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ അത്യാവശ്യം കുറെ നോക്കി ഇന്നലെ. അപ്പൊ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പോയതും കണ്ടു. ഞാൻ വിചാരിച്ചു അടിപൊളിയാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കാന്ന് വിചാരിച്ചു. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ഇമ്മോടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലപ്പോ അമ്മ പോകുമ്പോ ഞാൻ ഇത്തിരി സാഡ് ആവും, പക്ഷെ കുഴപ്പമില്ല, യു ഗോ ആൻഡ് കം എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്നോട് ചോദിച്ചു മഞ്ഞ് വേണ സ്ഥലമാണോ? ഞാൻ പറഞ്ഞു മഞ്ഞ് വേണ സ്ഥലമൊന്നുമല്ല, അത്യാവശ്യം ചൂട് തന്നെയാണ്. അയ്യോ എന്താ പിന്നെ ഞാനില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് വെച്ചാൽ എന്തൊക്കെയാ ഡ്രസ്സ് എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടേ അവിടുത്തെ ഹോട്ടലത്തെ പ്ലഗ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് നമ്മുടെ ചാർജേഴ്സ് ഫിറ്റ് ആവില്ല. നമുക്ക് ആ 3 പിൻ പ്ലഗ് മേടിക്കണം എന്നാണ്, അത് വേണം. പിന്നെ അതുപോലെ കറൻസി എടുക്കണം. അപ്പൊ അതും റിങ്കറ്റോ അങ്ങനെ എന്തോ അല്ല അവിടുത്തെ കറൻസിയുടെ പേര്. അപ്പൊ അതൊന്ന് എടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യം അത് കുഞ്ഞി ചെയ്യാന്ന് പറഞ്ഞു. അവനിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ അവന്റെ ജോലി ഒന്ന് നേരത്തെ തീർത്തിട്ട് വൈകിട്ട് നേരത്തെ തീർത്തിട്ട് അവൻ പോയിട്ട് കറൻസിയും അതേപോലെ പ്ലഗും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഫോണിന്റെ സ്ക്രീൻ പൊട്ടിയിരിക്കുക, അതൊന്ന് മാറ്റണം, അതൊന്ന് വൈകിട്ട് പോയിട്ടൊന്ന് റെഡിയാക്കണം കേട്ടോ. അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ പാക്ക് ചെയ്യണ്ടേന്നുള്ളത് നോക്കണം. അതിൽ എനിക്ക് ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും ഞാൻ പീരിയഡ്സ് ആവും ഇതിന്റെ ഇടയിലായിരിക്കും. ഞാൻ എന്തായാലും മെൻസ്ട്രൽ കപ്പ് അല്ല ഇത്തവണ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഒരു ഡയപ്പർ മേടിക്കണം. ഡയപ്പർ ആകുമ്പോൾ പിന്നെ സേഫ് ആണല്ലോ, പാഡ് കൊണ്ടൊന്നും നിൽക്കില്ല. അപ്പൊ അത് നോക്കണം. ഇന്നും കൂടി ഞാൻ വർക്കൗട്ടിന് പോയല്ലോ. നാളെ നമുക്ക് പോണ്ട. നാളെ പിന്നെ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. നാളെ വൈകിട്ടൊരു 7 മണിയൊക്കെ ആകുമ്പോ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ. എന്റെ അനിയും പറഞ്ഞു കേട്ടോ കുറച്ചുകൂടി ലേറ്റ് ആയി പോയാൽ മതി, 2 മണിക്കൂർ മുമ്പൊക്കെ എത്തിയാൽ പോരാ. പക്ഷെ ഏട്ടൻ സമ്മതിക്കില്ല. എന്നാണെങ്കിൽ എല്ലാം നേരത്തെ എല്ലാം മുൻകൂട്ടി ചെയ്യണം. കാരണം ഫ്ലൈറ്റ് എന്തോ 12 മണിക്ക് എത്തിയാ. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് എത്ര ദൂരം, 1.5 മണിക്കൂർ അത്ര ഇട്ടിട്ടേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു കുറച്ചുകൂടി വൈകി പോയാൽ മതി എന്നൊക്കെ അവൻ പറഞ്ഞു. ചിലയായിട്ട് സമ്മതിച്ചില്ല. അല്ല നമുക്ക് നേരത്തെ പോവാം, പിന്നെ റിസ്ക് ഇല്ലല്ലോ. ഇത് ഞാൻ ഈ വർഷത്തെ ഇത് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഗോവ ട്രിപ്പ് എന്തായാലും പോകണം, അതായിട്ടുണ്ട്. പിന്നെ ബാലിക്ക് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാനും എണ്ണുമ്മക്കുട്ടിയും കൂടെ. അത് നടന്നില്ല, അത് നോക്കാം. പിന്നെ ഡൽഹി മണാലി ട്രിപ്പ് പോകണം. ഞാൻ ട്രിപ്പ് തമ്മാന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? അത് ഇപ്പൊ സഫലമാവും. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ iPhone 15 Pro എടുക്കണം, ത്രിഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഡ്രൈവിംഗ് അലോൺ. എല്ലാവരും എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചോദിക്കണ്ടായിരുന്നു, അലോൺ ഡ്രൈവിംഗ് ആയത്. ഇപ്പോഴും ആയിട്ടില്ലടോ. ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ കുറെ പേര് എന്നെ ചീത്തയും പറയാറുണ്ട് കേട്ടോ, എന്താ ചേച്ചി ഇപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് കോൺഫിഡന്റ് ആയിട്ട് എടുക്കാത്തെ. ഇനി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്റെ തീരുമാനം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ 1 മാസത്തിനുള്ള തനിയെ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പറ്റില്ല അങ്ങനെ എടുക്കാൻ. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് അത് സെറ്റ് ആക്കും കേട്ടോ. പിന്നെ ജിം ഹാൻഡ് സ്റ്റാൻഡ് ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. തലകുത്തി നിൽക്കണം. ശരിക്കും ഹാൻഡ് സ്റ്റാൻഡ് കയ്യിൽ നിൽക്കണം. കയ്യിൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, തലകുത്തി നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. തലകുത്തി നിൽക്കുന്ന എനിക്ക് തോന്നില്ല. ഈ വർഷത്തെ ഒരു ഇതിൽ എനിക്ക് തലകുത്തി നിൽക്കാൻ പറ്റും തോന്നില്ല. പക്ഷെ എനിക്ക് പുഷപ്പ് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. 10 അതിലും ഒരു 12 എണ്ണത്തിന്റെ ഒരു 3 സെറ്റൊക്കെ എടുക്കാൻ പറ്റുന്നു എനിക്ക്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ പുഷപ്പ് എടുക്കാൻ പറ്റും. എനിക്ക് പുള്ളപ്പ് എടുക്കണം, അത് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇനി തലകുത്തി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇതെടുക്കാന്ന് വിചാരിച്ചിട്ടാ. പുള്ളപ്സ് എടുക്കാൻ ഒരു 5 പുള്ളപ്പ് ഒന്ന് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ മറ്റേ ഒരു മെഷീനിൽ കയറി നിന്നിട്ടാ പുള്ളപ്പ് എടുക്കണം. പുള്ളപ്പ് ഭയങ്കര ടഫാട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു 5 എണ്ണം എടുക്കാൻ പറ്റിയ രക്ഷപ്പെടുന്നു. പിന്നെ തെറപ്പിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇച്ചിരി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ. ഇത്തിരി ഒരു അലമ്പ് ഇതുണ്ട് മൊത്തത്തില്. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ മെന്റൽ ഹെൽത്തിനും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ തൽക്കാലം തെറപ്പി മാറ്റി വെച്ചു. അപ്പൊ ഇനിയിപ്പോ നമ്മള് മലേഷ്യയിൽ പോയി വന്നു കഴിഞ്ഞാൽ മെയിൻ ടാർഗറ്റ് തനിയെ വണ്ടി എടുത്ത് പോകണം എന്നുള്ളതാണ്. തനിയെ കാർ എടുത്ത് പോകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോഴേ ഞാൻ ഇനി ഷൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. വണ്ടി ഓടിക്കരുത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ട്. ഞാൻ ഇനി വണ്ടി ഓടിക്കുന്ന ഒരു ഷൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തനിയെ തന്നെ ഓടിക്കണം എന്നാണ്, അല്ലാണ്ട് ആരെങ്കിലും കൂടി നിന്നിട്ട് ഓടിക്കണത് അല്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും എടുക്കാത്ത അങ്ങനത്തെ. അപ്പൊ അതാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ മുന്നൊക്കെ കാണിക്കുമായിരുന്നു ഇതിന്റെ അപ്ഡേറ്റ്സ്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണത്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുണ്ട്, പക്ഷെ എന്നാലും വിചാരിച്ചൊരു സ്പീഡില്ല. അസ്വി വ്ളോഗ്സ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സ്പീഡിൽ മൂവ് ചെയ്തു. 2 lakh ആയി.
കുഴപ്പമില്ലാണ്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയ മലയാളം പിന്നെ ഇതൊക്കെ ഭയങ്കര സ്ലോ ആ. പക്ഷെ ഞാനിത് ഈ വർഷം തുടങ്ങുമ്പോൾ 2024 ജാനുവരി 1 എഴുതി വെച്ചതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലതാടാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം. ഷോർട്ട് ടേം ഗോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കത് ടിക്കിടുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം. ബാക്കിയൊക്കെ പിന്നെ ഇങ്ങനെ ഞാൻ ഈ കറബറാന്ന് എഴുതുന്നത് ഇങ്ങനെ എന്റെ നോട്ട്സും അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. എന്റെ ജേർണലിംഗ് പോലും പറയാൻ പറ്റില്ല. കണ്ടോ നല്ല വൃത്തിയായിട്ട രീതിയിലാണ് ഞാൻ എഴുതി വെക്കണം. അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെയാണെങ്കിലും ഒരു വിഷൻ നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിലും നല്ലതാണ്. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ കറബറാന്ന് എല്ലാ കാര്യങ്ങളും കൂടി എടുത്തിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഫോക്കസ് കിട്ടില്ല. പക്ഷെ ഫോക്കസ് കിട്ടാനായിട്ട് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തിലാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി വർത്താനം പറഞ്ഞിരുന്ന കുറെ ആവും. അപ്പൊ നമുക്ക് പാക്കിങ്ങിന്റെ കാര്യം നോക്കാം അല്ലെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. എവിടെയാന്നറിയോ? അത് ഞങ്ങൾക്ക് പറയാൻ മറന്ന്. എന്റെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ കിടക്കണേലാണോ എന്താ എനിക്ക് പറ്റിയെന്നറിയില്ല. എവിടെ ഇടിച്ചിട്ട് കണ്ട ചോര കക്കിയതാ. ഇത് പോവാൻ വല്ല വഴിയുണ്ടോ? എന്തൊരു കഷ്ടമാണ്. ഇനി പോണ ആ സമയത്ത് തന്നെ എനിക്ക് ഇത്തിരി വിഷമായി. നന്നായിട്ടറിയാണ്ടേ എന്തത്. ഞാൻ ഉണ്ടല്ലോ എടുത്ത് വെക്കുന്ന ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വെക്കില്ല. ആവശ്യങ്ങൾ വരുന്നത് വെച്ചിട്ട് ഞാൻ മാറ്റി സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് എനിക്ക് ഭയങ്കര മസിലുള്ള പോലെ ഇങ്ങനെ കാണുമ്പോ. സാഡ് പാർട്ട് എന്താന്ന് ഞാൻ പറയട്ടെ. ഞാൻ കഷ്ടിമുഷ്ടി 46 കിലോയ്ക്ക് എത്തിയതാട്ടോ. എന്റെ മസിൽ മാസ് ഒക്കെ നന്നായിട്ട് കൂടി. ഫാറ്റ് അല്ല കേട്ടോ. സേ ഹൈ ടു ദിസ്. അങ്ങനെ കൂടിയൊക്കെ വന്നതാ. പക്ഷെ അടുത്ത് ഭയങ്കര വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് അത്ര എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ് ഞാൻ പിന്നെ വെയിറ്റ് കുറഞ്ഞ് 44ലേക്ക് എത്തി. സന്തോഷമായി എനിക്ക്. എന്റെ ട്രെയിനർ എന്നോട് പറയുകയും ചെയ്തു, ഒന്നും കഴിച്ചില്ലാതെ എടുത്തുന്നു. അപ്പൊ നമുക്കിനി അവിടെ പോയി വന്നിട്ട് വേണം ഫുഡിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ. ഞാൻ അവിടെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. ഇതൊന്നും ഞാൻ അധികം ഇടാണ്ട് വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാ. അപ്പൊ മലേഷ്യ എന്ന് പറയുന്നത് അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലല്ലേ. നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാന്ന് നോക്കാട്ടോ. നമുക്ക് എവിടെ പോകണ്ടെങ്കിലും ഫസ്റ്റ് പാക്ക് ചെയ്യണേക്കാട്ടും മുന്നേ നോക്കേണ്ടത് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്നുള്ളതാണ്. യൂഷ്വലി 25 എന്നൊക്കെ പറയണേ. 25 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂളായിരിക്കും. കാരണം ഇപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ. ചെറുതായിട്ട് മഴയുണ്ടെന്നാണല്ലോ പറയണത്. ഇപ്പൊ കൊട എടുക്കാട്ടോ എന്തായാലും. അമ്മയോട് എടുക്കാൻ പറയാം. അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിക്കൊടയുണ്ട്. ഇത് നല്ലതായിരിക്കും. ഇതെടുക്കാട്ടോ. നമുക്ക് ഇതെടുക്കാം. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് നല്ലതാ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ മുരുകന്റെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ട്. അത് മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. എന്നെ ഫോക്കസ് ചെയ്യണ്ടോ അത്. ഇതാണ് ടോപ്പ് കുറച്ച് ഇങ്ങനത്തെയാണ്. പക്ഷെ അതിനൊരു കവറപ്പ് എന്നുള്ള രീതിയിൽ ഈ ഷർട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അവിടേക്കൊക്കെ പോകുമ്പോ വേണമെങ്കിൽ കവറപ്പിൽ പോവാം. എന്നിട്ട് വേണ്ടാന്ന് തോന്നുമ്പോ നമുക്ക് മാറ്റാലോ. ഇത് ഹൃതിക് റോഷന്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, HRX എന്ന് പറഞ്ഞിട്ടുള്ള, അതിന്റെയാണ്. നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 50% ഡിസ്കൗണ്ടിലാണ്. നമുക്ക് 1000-നെക്കാട്ടിലും താഴെയാണ് നമുക്ക് ഈ സ്നീക്കേഴ്സ് കിട്ടിയത്. പക്ഷെ എന്റെ സൈസ് 5 ആണ്. UK സൈസ് 5. പക്ഷെ ലൂസാണ് എനിക്കിത്. അതൊരു പ്രശ്നമുണ്ട്. സോക്സ് ഇട്ടിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി റിട്ടേൺ വിൻഡോ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പാക്ക് ചെയ്യാമെന്ന് ഇന്നലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസമാണ്. എനിക്കറിയില്ല കേട്ടോ എങ്ങനെ സമയം പോയെന്ന്. ഞാൻ വിചാരിച്ച പോലെ വീഡിയോ സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ശരണ്യ ഇത് ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമൈസ് ചെയ്യിക്കാൻ നമ്മുടെ കൊളൂസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അവൾ ഔട്ട്ഫിറ്റ് മേക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി. അപ്പൊ എനിക്ക് കാണാനും പറ്റി. അതെനിക്കൊരു സന്തോഷം. അപ്പൊ ഞാൻ രാവിലെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇനിയിപ്പോ നമുക്ക് പാക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇറങ്ങാം. ഇത് പാക്ക് ചെയ്ത് ഇങ്ങനെയാണ് ഓരോ തവണയും ഞാൻ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകണമെന്നുള്ളതല്ലാണ്ട് ഒന്നും ബെറ്ററായി ചെയ്യാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. എനിക്കറിയില്ലടാ ഞാൻ എന്തെങ്ങനെയാണ്.
വല്ലാത്തൊരു ജീവിതം അല്ലേ, കറവറാന്നൊക്കെയാ കിടക്കണം. അപ്പൊ ഇടാനുള്ള ഔട്ട്ഫിറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 7 കിലോയിൽ ഒതുക്കണം കേട്ടോ. 6.5 കിലോയിൽ ഒതുക്കണം. അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ നമ്മള് മണാലിയിലൊക്കെ പോകുമ്പോ അതിന്റെ ഒരു പെട്ടി തന്നെ 15 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ചെങ്കിലും എടുക്കണ്ടേ, പെട്ടിക്ക് ഉണ്ടാവില്ലേ 1-2 കിലോ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും കുറവ് ഇതിൽ ഒതുക്കണം എന്നുള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് പോവാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് എടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സ്വിം സ്യൂട്ട് ഹോപ്പ്ഫുള്ളി എനിക്ക് ഇടാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. ബ്ലിസ് ക്ലബ് എന്ന് മേടിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വയറ് കാണിക്കണ്ട എന്നുള്ളതാണ്. എനിക്ക് അടിവയറ് ഭയങ്കര സാഗി സ്കിന്നാ, നല്ലോണം സ്കിൻ തൂങ്ങി കിടക്കണമുണ്ട്, നിറയെ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് കാണിക്കാൻ ഇല്ല, തെറ്റൊന്നുമില്ല. പക്ഷെ അതില് അമ്മ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ കുഡോസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം നോക്കി ബ്ലിസ് ക്ലബ് എന്ന് മേടിച്ചാണ്. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ അറ്റാച്ച്ഡ് ഷോർട്സും ഉണ്ട്, അറ്റാച്ച്ഡ് ബ്രായും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി വേറെ സെറ്റപ്പ് ഒന്നും ഇതിന്റെ കൂടെ വേണമെന്നില്ല. ഷോർട്സ് ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ today നമ്മള് how much is my room 1 out of 10 റേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഇതുപോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഹാൻഡ് ബാഗ് ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തെച്ചാൽ ഹാൻഡ് ബാഗിനകത്തും വേറൊരു ബാഗാ വെച്ച് അതിലാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ബാഗായിട്ട് എടുക്കണമെങ്കിൽ ഇത് ഉണ്ടല്ലോ ആ ഒരു രീതിക്കിട്ട് അതിനിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പൗച്ച് പോലെ ഉപയോഗിക്കാന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് നമ്മുടെ സൺസ്ക്രീൻ സ്റ്റിക്ക്, പാഡ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ പാഡ് അധികം എടുത്തിട്ടില്ല കേട്ടോ, 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പാൻറ്റി ലൈനേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ലിപ് ബാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇതിലുണ്ട്. പക്ഷെ എനിക്ക് മിക്കവാറും ഇതിന്റെ ഇടയിൽ ഞാൻ പീരിയഡ്സ് ആവുന്നതാണ്. പാഡ് പിന്നെ നമുക്ക് അവിടെ നിന്ന് മീരിക്കാലോ. പിന്നെ 2 സൺഗ്ലാസസ് ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട് താഴെ, അതും കൂടി എടുക്കണം. 3 എടുക്കുന്നുണ്ട്. ഒരെണ്ണം കട്ട വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഞാനിത് എവിടെ വെച്ച് എങ്ങനെ പോകുന്നു എനിക്ക് അറിയില്ല. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയുണ്ട് എന്റെ മുഖത്തിന്റെ ഇത്രയും ഭാഗം കവർ ആയി. കുഞ്ഞോ ഓരോരോ കാട്ടായങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതായത് പിന്നെ നോർമൽ ഗ്ലാസ്സസ് ആണ് കേട്ടോ. ഞാൻ എന്റെ എല്ലാതും ലെൻസും കാട്ടിൽ തന്നെ മേടിക്കുക. കാരണം നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും പറ്റും തോന്നുന്നുണ്ട്. നമുക്ക് ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഉണ്ട്. ആധാർ കാർഡും പാസ്പോർട്ടും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മൈക്ക്, നമ്മുടെ ഫോണിന്റെ മൈക്കാണ്. പിന്നെ ഫോണിന്റെ സ്റ്റോറേജ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇനി വരാനുണ്ട്, ചാർജേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഈ പെട്ടിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഒരു ദിവസത്തേക്ക് അവിടെ ആ അമ്പലം പോലെയുള്ള സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. പിന്നെ മാക്സിമം ഇങ്ങനെ ചുരുട്ടി ഒതുക്കി വെക്കാച്ചിട്ടാണ്. ഇത് കമന്റ് സെക്ഷനിൽ എല്ലാവരും ജെട്ടി ടോപ്പ് എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഷേപ്പിലല്ലേ കുട്ടി. ഇത് നമുക്ക് ചുരുട്ടി വെക്കാട്ടെ. ഇത് തന്നെ നമുക്ക് എന്തുണ്ട്, പിങ്ക് കളറിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതും എടുക്കാം. ഇതിന്റെ വലയും തലയും പാലയും എന്റെ ഭഗവാനെ എനിക്കിത് ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ. അല്ലടാ അതല്ലടാ, ഇതിപ്പോ 7 കിലോ ഇപ്പൊ തന്നെ കഴിഞ്ഞോന്ന് അറിയില്ല. അപ്പൊ അവർക്ക് താഴേന്ന് വെയിങ് മെഷീൻ ഇവിടെ വരെ കൊണ്ടുവരാൻ വെക്കുവോ? വെയിങ് മെഷീൻ എന്താ? നമ്മള് കയറി നിന്നിട്ട് വെയിറ്റ് നോക്കണത്. അത് താഴെ ഉണ്ണിമാമയുടെ റൂമിലായിരിക്കും. ശ്രദ്ധിക്കണേ, അത്രയും ദൂരം പറ്റൂല്ലോ അല്ലെ. അപ്പൊ അത് സെറ്റായി. ഇനി ഇത് ഒരു ജോഡി മാത്രമേ ഞാൻ എക്സ്ട്രാ ചെരുപ്പ് എടുക്കണുള്ളൂ. ഫ്ലാറ്റ്സ് ആണ്. താങ്ക് യു എമ്മക്കുട്ടി. ഇവിടെ വെച്ചോളൂ. ഓക്കെ. മോള് പിന്നേക്ക് കൊടക്കണ്ട. ഈ ഒരു ജോഡി ചെരുപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇട്ടിട്ട് പോണ ഒരു സ്നീക്കേഴ്സ് ഉണ്ട്, ഈ ഒരു ജോഡി ചെരുപ്പും ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തേക്ക് വീട്ടിലിടാനുള്ള രീതിക്ക് അങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ടെന്ന് വെച്ചാൽ ഒരു പാൻസ് മാത്രമേ വീട്ടിലേക്ക് എന്നുള്ള രീതിക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വിടാം. അതെ, അങ്ങനെ. അപ്പൊ അത് ഇതൊരു ജോഡി ചെരുപ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ 2-3 പൗച്ചില് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് കമ്മല്, മാല, ഇതൊരു സെറ്റ്, 2-3 ഹെയർ ആക്സസറി എടുത്തിട്ടുണ്ട്. ഇത് ബ്രാഡ് സ്ട്രാപ്പ് ആണ് കേട്ടോ.
കുറച്ച് ഭംഗിയുള്ളത് ഉണ്ടെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സ്ട്രാപ്പ് മാറ്റിയിട്ട് ഇത് ഉണ്ടെങ്കിൽ ഇടാം. അപ്പൊ ഇങ്ങനെ ഓഫ് ഷോൾഡർ ഡ്രസ് ഒക്കെ ആണെങ്കിൽ അത് എടുക്കാലോ. പിന്നെ എക്സ്ട്രാ അത് സൺസ്ക്രീൻ സ്പ്രേ ആണ്. മിക്കവാറും ഞാൻ ഇത് അവിടെ നിന്ന് തീർത്തിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് വരാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ വെറ്റ് വൈപ്പ്, പിന്നെ ഒരു ചീർപ്പ് വെച്ചിട്ടുണ്ട്. ഇത്തിരി വെയിറ്റ് ഉണ്ടാകാം. ഇതും സെറ്റാണ്. പിന്നെ ഇതിലാണ് മേക്കപ്പ്, സ്കിൻ കെയർ. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോഡി മോയ്സ്ചറൈസർ ആണ്. ഇത് സെറാവയുടെ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം. ഇത് വെരി വെരി ഡ്രൈ സ്കിന്നിനുള്ളതാണ്. അപ്പോഴും ഞാൻ വിചാരിക്കാം 4 ദിവസമല്ലേ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ മേക്കപ്പ് എന്ന് പറയാനായിട്ട് പിന്നെ സൺസ്ക്രീൻ ഉണ്ട്, ഒരു ഫേസ് വാഷ് ഉണ്ട്. മേക്കപ്പ് എന്ന് പറയാനായിട്ട് ആകെ കോമ്പാക്ട് പൗഡർ. ഇത്തവണ ഞാൻ കൺസീലർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ ഒരു പാടുണ്ട്, ഇന്നലെ ഞാൻ കാണിച്ചിരുന്നില്ലേ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ അത് കൺസീലർ വെച്ച് മറിച്ച് നോക്കിയതാണ്, അത് മറയുന്നുണ്ട് കേട്ടോ. ഇതൊരു കഷ്ടം നോക്കണേ. നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിൽ. പിന്നെ ഒരു ബ്രഷ്, അത് ഇച്ചിരി ട്രിപ്പ് പോണ കാരണം ബേബി. വേറെ ഒന്നുമില്ല കേട്ടോ. മസ്കാര എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഐലാഷ് കളർ, ബ്ലഷ്, വേറെ ഒന്നുമില്ല. മേക്കപ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് സെറ്റ്. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഇത്രയും റെഡി അല്ലേ? അയ്യോ, ഇത് ഇതിന്റെ ഉള്ളിൽ ചാടി വന്നതല്ലേ ഇത്. അപ്പൊ ഇത് സെറ്റായി. പിന്നെ എനിക്ക് വേണ്ട 3 തൊപ്പി എടുക്കടാണ്. തൊപ്പി എങ്ങനെ കൊള്ളിക്കും ഭഗവാനെ? ടെക്നോളജി. പക്ഷെ വേണോന്ന് എനിക്ക് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നീ തൊപ്പിയും കിട്ടിയിട്ട് അന്വേഷിച്ച് നടക്കാൻ പറഞ്ഞ ടഫായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ ഈ സൈഡിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വെക്കാം. ഇതിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇതിനെ എടുത്തിട്ട് ഇത് ഇമ്മക്കുട്ടി എങ്ങനെ പെട്ടി പാക്ക് ചെയ്യണം എന്നുള്ളത് വരച്ച് കാണിച്ചതാണ്. ഞാൻ മോട്ടിവേഷൻ എടുത്തിട്ട് പെട്ടി പാക്ക് ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് 1 മണിക്കൂറിൽ ഇറങ്ങണം കേട്ടോ. എന്നെ സമ്മതിക്കണം. ഇനി നമുക്ക് അടച്ച് ഡേറ്റ് നോക്കാം. അയ്യോ അങ്ങനെ പറയല്ലോ മുത്തേ, അങ്ങനെ പറയണോ? ഇനി നമുക്ക് ഇത് അടച്ച് അയ്യോടാ താങ്ക് യു. ഇത് നമുക്ക് നോക്കാം. പിന്നെ മറന്നു എന്റെ ബുക്ക്. ഇതിന്റെ രാശിയില്ല, പക്ഷെ എന്നാലും ഞാൻ കൊണ്ടുപോകും. ഇതിനകത്ത് ഞാൻ എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടില്ല. നമുക്ക് 45 കണക്കാക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി പെട്ടി പിടിക്കാം. പെട്ടി പിടിച്ചിട്ട് എത്രയുണ്ട് നോക്കട്ടെ. എത്രയുണ്ടാ? 51. 45 കണക്കാക്കുകയാണെങ്കിൽ 46, 47, 48, 49, 50, 51, 6 കിലോ. ഒന്നും കൂടി നോക്കാം. അയ്യോ പോയാ, നല്ല ഐശ്വര്യം കേട്ടോ. വേണോ? ഇത് 23 കണക്കാക്കാം. Something is wrong with this. നാളെ ചിരിയരുതേ, അമ്മക്കാരാണ്. എത്രയുണ്ട്? 30 കണക്കാക്കാം അല്ലെ? ഞാൻ പിടിക്കുമ്പോ 6 കിലോ ഉള്ളൂ. ചാരു ഭീമക്കുട്ടി പിടിക്കുമ്പോ 7 കിലോ കാണുന്നുണ്ട്. അതെന്താണ് മനസ്സിലാവുന്നില്ല. അപ്പൊ 7 കിലോയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ നോക്കിയപ്പോ 5.5 6 ഉള്ളൂ. അപ്പൊ ഇൻ കേസ് ഇത് ഇനി വെയിറ്റ് കൂടുതലാണെങ്കിൽ ഞാൻ വിചാരിക്കണേ ഈ ഒരു ബാഗിനായിരിക്കും ചിലപ്പോ കുറച്ച്. എനിക്ക് പക്ഷെ ഒന്നിനും അത്ര വെയിറ്റ് തോന്നുന്നില്ല കേട്ടോ. എന്നാ ഇതിനെ മാറ്റിയിട്ട് അങ്ങനെ അപ്പൊ ഇതിനായിട്ട് മാറ്റി അമ്മയുടെ എനിക്ക് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചെരുപ്പോ, ഒരു ചെരുപ്പെങ്കിലും കൊണ്ടുപോകണ്ടേ? 4 ദിവസം അമ്മ ഇങ്ങനെ നിൽക്കൂല്ലോ അല്ലേ? ബാവയും അച്ഛനും കൂടി എങ്ങടെ പോവാ അറിയില്ലേ? എങ്ങടെങ്കിലൊക്കെ പോകണ്ടോ? അപ്പൊ അങ്ങനെ. അപ്പൊ നമുക്കിനി നാളെ കാണാം. ഇനി തിരുതുരേന്ന് 4-5 ദിവസം വ്ളോഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഐ പ്രോമിസ് ഞാൻ സ്ഥിരം വ്ളോഗ് ഇടാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ Bye. Sorry. I'm so sorry. Bye. Bye.